നമസ്കാരം. സുഭാഷിതം. സംഭോജനം സംകഥനം സംപ്രശ്നോ അധ സമാഗമഃ ഏതാനി ജ്ഞാതി കാര്യാണി ന വിരോധഃ കദാചന. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സ്നേഹപൂർവകമായ സംഭാഷണവും കുശലപ്രശ്നവും ചെയ്യുക, പരസ്പരം സന്ദർശനം നടത്തുക. ഇതൊക്കെയാണ് ബന്ധുജനങ്ങൾ ചെയ്യേണ്ടത്. ബന്ധുക്കൾ തമ്മിൽ ഒരിക്കലും വിരോധം പാടില്ല. ഇതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ആരൊക്കെയാ? ബന്ധുക്കൾ വരുമ്പോൾ അവരെല്ലാവരുമായിട്ട് ഒന്നിച്ച് സംഘമായിട്ട് ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കാം. സ്നേഹപൂർവകമായ സംഭാഷണവും കുശലപ്രശ്നവും ചെയ്യുക. അപ്പോൾ നമ്മൾ കുശലപ്രശ്നങ്ങളും സംഭാഷണങ്ങളും ചെയ്യുമ്പോൾ സ്നേഹപൂർവകമായിരിക്കണം. അത് ഒരാൾക്ക് വിരോധം വരുത്തുന്ന രീതിയിലാവരുത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആധുനികമായ സാങ്കേതിക വിദ്യയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ ചുരുക്കമാണ്. ഒന്നിച്ച് കുശലപ്രശ്നം ചെയ്യുന്ന ചുരുക്കമാണ്. കാരണം അതൊക്കെ മൊബൈലിലൂടെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പഴയ കാലത്ത് ജനങ്ങൾ മനുഷ്യൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണേ ആകാം, ആയിക്കൂടുന്നില്ല, ആകാം. പക്ഷേ നമ്മളതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ബന്ധുക്കൾ തമ്മിൽ ഒരിക്കലും വിരോധം പാടില്ല. അതൊക്കെയാണ് ബന്ധുത്വം. ശക്തമായ ബന്ധുത്വം, ബന്ധുബലം എന്നൊക്കെ പറയുമ്പോൾ അവർ പരസ്പര സ്നേഹത്തോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി, മര്യാദയോടുകൂടി, പരസ്പര സ്നേഹത്തോട് മാത്രം ജീവിക്കുന്ന ഒരു വിധത്തിലായി മാറണം. അല്ലാതെ പരസ്പരം പാമ്പും കീരിയും പോലെ വൈരുദ്ധ്യം നിറഞ്ഞ ആ ചിന്തകളില്ലാതെ സ്നേഹസമൃദ്ധമായ ഒരു നിലവാരത്തിലൂടെ അവർ ജീവിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബന്ധുക്കൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംഭാഷണം ചെയ്യുക, കുശലപ്രശ്നങ്ങൾ ഒന്നിച്ചിരുന്ന് സ്നേഹത്തോടുകൂടി സൗഹൃദമായ രീതിയിൽ സംഭാഷണങ്ങളും കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പം ഭക്ഷണത്തിലും തീർച്ചയായിട്ടും ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള അവസരങ്ങൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ബന്ധുബലം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പരസ്പര വിരോധം, വൈരാഗ്യം ഒന്നും പാടില്ല എന്നാണ് ഇവിടെ സുഭാഷിതം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമസ്തേ.